അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ സെക്കൻഡ് ഡേയിലോട്ട് കടന്നിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതായത് VS കോഡിൻ്റെ ഇൻസ്റ്റാളേഷന്, HTML സ്ട്രക്ചർ എങ്ങനെ എഴുതുന്നതെന്ന്, അതേപോലെ ഹെഡിങ് ടാഗ്, പാരഗ്രാഫ് ടാഗ്, ലിങ്ക് ടാഗ്, ഇമേജ് ടാഗ്, ഇതൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചു. ഇന്നിനി നമ്മൾ പുതിയ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ഇന്നലെ ഹെഡിങ് എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത് H1 ടാഗാണ്. അപ്പോൾ ഈ H1 ടാഗിൻ്റെ ഉള്ളിൽ നമുക്കിനി വേറെ എന്തെങ്കിലും ടാഗ് എഴുതണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ ഈ H1 ടാഗിനെ എനിക്ക് എന്ത് ചെയ്യണം, ക്ലിക്കബിൾ ആക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തും, എ ടാഗ് എഴുതും. അപ്പോൾ ഒരു H1 ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ ടാഗ് എഴുതാൻ പറ്റും. ഇത്തരത്തിൽ ഒരു ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ വേറൊരു ടാഗുകൾ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രൂപ്പ് ടാഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലിസ്റ്റ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു ഗ്രൂപ്പ് ടാഗാണ്. അല്ലെങ്കിൽ നമ്മളൊരു ലോഗിൻ ഫോം എഴുതുകയെന്ന് വിചാരിക്കുക. അതായത് ഒരു ഫോമിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഇൻപുട്ടായിട്ട് ഇമെയിൽ അഡ്രസ്സും സെക്കൻഡ് ഇൻപുട്ടായിട്ട് പാസ്വേഡും, ഇതെന്താണ്, ഒരു ഫോമാണ്. അല്ലെങ്കിൽ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഗ്രൂപ്പായിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ടാഗുകളാണ് ഗ്രൂപ്പിംഗ് ടാഗുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഫസ്റ്റ് വരുന്ന ഒരു ടാഗാണ് ലിസ്റ്റ് ടാഗ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ലിസ്റ്റ് ടാഗ് എഴുതുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ലിസ്റ്റ് ടാഗിന് വേണ്ടിയിട്ട് 3 ടൈപ്പ് ലിസ്റ്റ് ടാഗുകൾ ഉണ്ട്. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടാഗുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലിസ്റ്റ് ടാഗാണ് UL, അൺഓർഡേർഡ് ലിസ്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. UL ടാഗാണ് ഫസ്റ്റ് ലിസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ UL ടാഗിൻ്റെ ഉള്ളിൽ ഓരോ ഐറ്റം ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിസ്റ്റായിട്ട് ഓരോ ലിസ്റ്റായിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഈ UL ടാഗിൻ്റെ ഉള്ളിൽ ഓരോ ലിസ്റ്റ് ഐറ്റം ആയിട്ടാണ് നമ്മൾ എന്ത് എഴുതുന്നത്, ടാഗുകൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ലിസ്റ്റ് ഐറ്റം ആയിട്ട് എഴുതുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടാഗാണ് LA. ഞാൻ ഫസ്റ്റ് LA എഴുതി അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തു, item 1 എന്ന് കൊടുത്തു. അതിന് താഴത്തായിട്ട് നമ്മുടെ LA ടാഗ് ക്ലോസ് ചെയ്തതിന് താഴത്തായിട്ട് അടുത്ത LA ടാഗ് item 2, അതിന് താഴത്തായിട്ട് അടുത്ത LA ടാഗ് item 3. അപ്പോൾ ഇതെന്താണ്, ഒരു ലിസ്റ്റാണ്. ഇത്തരത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു ലിസ്റ്റും കൂടി ഉണ്ട്, എന്ത്, ഓർഡേർഡ് ലിസ്റ്റ്. ഓർഡേർഡ് ലിസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് OL. അതിനകത്തും ഇതേപോലെ തന്നെ നമ്മൾ മുകളിൽ എഴുതി അതേപോലെ തന്നെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്, LA ടാഗുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ടാഗ് പഠിച്ചു, ULഉം OLഉം. ഇത് തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ താഴത്ത് എന്തുണ്ട്, ഗോ ലൈവ് ഉണ്ട്, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് നോക്കിയിട്ട് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ ലിസ്റ്റ് ഇവിടെ ഉണ്ട്, രണ്ടാമത്തെ ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതെന്താണ്, ഡോട്ട് ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത് എന്താണ്, ഒരു ഓർഡറിലാണ്, 1 2 3 എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഒരു ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് OLഉം ULഉം തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു, ഇന്ന് ലിസ്റ്റ് ടാഗ് പഠിച്ചു. ഇനി അടുത്ത ഒരു ടാഗാണ് ഫോം. ഞാൻ പറഞ്ഞു നമ്മൾ ലോഗിനൊക്കെ വേണ്ടിയിട്ട് ഫോമുകൾ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഗൂഗിൾ ഫോമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ് ഫോം ടാഗ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു ഫോം എഴുതി നോക്കിയാലോ. അപ്പോൾ ഫോം ടാഗ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോം തന്നെയാണ് കൊടുക്കുന്നത്. ഫോം എന്ന് എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളിൽ എന്ത് വന്നിട്ടുണ്ട്, ഒരു ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഈ ആക്ഷനിൽ പറഞ്ഞു കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മെത്തേഡും കൂടി പറഞ്ഞു കൊടുക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗത്താണ് വരുന്നത്. അതൊക്കെ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫോം എങ്ങനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതിന് അകത്തോട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഫോം എഴുതി നോക്കണം. അപ്പോൾ ഓരോ ഫോം എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് എന്താണ്, ഇൻപുട്ടുകളാണ് വരുന്നത്. ഓരോ ഫോം എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് എന്താ വരുന്നത്, ഇൻപുട്ടുകളാണ് വരുന്നത്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, ഒരു ടാഗ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫോം ടാഗിൻ്റെ ഉള്ളിൽ എന്ത് എഴുതി, ഇൻപുട്ട് എന്ന് കൊടുത്തു. എന്നാൽ ജസ്റ്റ് എൻ്റർ ചെയ്ത സമയത്ത് ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ്, അതായത് നമ്മൾ ഈ ഇൻപുട്ടിനകത്തോട്ട് കൊടുക്കുന്നത് എന്താണ്, ടെക്സ്റ്റാണ് കൊടുക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പോയി നോക്കാം.
ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, ഒരു ബോക്സ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യത്തിനുള്ള ടെക്സ്റ്റ് പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ബോക്സ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ടൈപ്പ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, സ്പേസ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, അടുത്തൊരു ആട്രിബ്യൂട്ട് എഴുതാൻ പോവുകയാണ്. ആ ആട്രിബ്യൂട്ടാണ് പ്ലേസ് ഹോൾഡർ. പ്ലേസ് ഹോൾഡർ എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എഴുതുകയാണ് എൻ്റർ യുവർ നെയിം. എൻ്റർ യുവർ നെയിം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ ഡിസൈനിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ട്, എൻ്റർ യുവർ നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഈ എൻ്റർ യുവർ നെയിം എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ പേര് ടൈപ്പ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ പേര് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ എൻ്റെ പേര് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ആദിൽ നിന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. അതായത് നമ്മൾ അവിടെ കൊടുത്ത പ്ലേസ് ഓർഡർ അവിടെ കാണുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നമ്മുടെ ഈ ഫോമിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്താറുണ്ട്, എൻ്റർ യുവർ നെയിം എന്ന് എഴുതാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടാഗാണ് ലാബൽ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടാഗാണ് ലാബൽ. ഞാൻ ഈ ലാബലിൻ്റെ ഉള്ളിലും എന്ത് ചെയ്താൻ പോവാണ്, എൻ്റർ യുവർ നെയിം എന്ന് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ലാബൽ കൊടുത്ത സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട്, ലാബിൽ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ടെക്സ്റ്റ് ബോക്സും ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലാബലിൻ്റെ ഓപ്പണിംഗ് ടാഗിൻ്റെ ഉള്ളിൽ ഒരു 4 കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 4 കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻപുട്ടിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഒരു ഫോം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ടാവും, ഒന്നിൽ കൂടുതൽ ഇൻപുട്ടുകൾ ഉണ്ടാവും. അതായത് പേരുണ്ടായിരിക്കും, ക്ലാസ് ഉണ്ടായിരിക്കും, ഡിവിഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ അങ്ങനത്തെ ഡീറ്റെയിൽസ് ആണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം, യുണീക്കായിട്ട് പറഞ്ഞു കൊടുക്കണം. അതായത് ഇന്ന ഐ ഡിയിലുള്ള ഒരു ഇൻപുട്ടിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കൊടുക്കണം. അതായത് ഒരു യുണീക്നെസ് ഉണ്ടാവണം. അപ്പോൾ യുണീക്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഐ ഡി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഐ ഡി എങ്ങനെ എഴുതുന്നത് നോക്കാം. നമ്മുടെ പ്ലേസ് ഓർഡർ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഐ ഡി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഐ ഡി പറഞ്ഞു കൊടുക്കാം. ഞാനിവിടെ ഐ ഡി ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്, നെയിമാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഐ ഡി എന്ന് പറയുമ്പോൾ എന്താണ്, എപ്പോഴും യുണീക്ക് ആയിരിക്കും. അപ്പോൾ നമ്മളിനി ഈ HTML ഫയലിനകത്ത് എന്ത് ചെയ്യില്ല, ഈ നെയിം എന്ന പേരിൽ വേറൊരാൾക്കും എന്ത് ചെയ്യില്ല, ഐ ഡി പറഞ്ഞു കൊടുക്കില്ല. ഐ ഡി എപ്പോഴും എന്താണ്, യുണീക്കായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ 4ൻ്റെ അവിടെ നെയിം പറഞ്ഞു കൊടുക്കാം. ഇനി നമ്മുടെ ഇതിനകത്ത് എന്ത് മാറ്റാൻ വന്നിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മുടെ എൻ്റർ യുവർ നെയിം എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്തും നമ്മുടെ ഈ ടെക്സ്റ്റ് ബോക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ആയി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാബലിൻ്റെ ഉള്ളിൽ 4 കൊടുക്കുന്നത്. അതായത് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലാബിൽ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻപുട്ട് ടൈപ്പ് ഇമെയിൽ. അതായത് നമ്മൾ ഇമെയിലിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് ബോക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എൻ്റർ യുവർ ഇമെയിൽ എന്നാക്കി. അതേപോലെ നമ്മുടെ പ്ലേസ് ഓർഡറും എൻ്റർ യുവർ ഇമെയിൽ എന്നാക്കി. അതേപോലെ ഐ ഡി ഞാൻ റിപ്പീറ്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഐ ഡി ഇമെയിൽ എന്നാക്കി. അതേപോലെ ഫോർ ഇമെയിൽ എന്ന് കൊടുത്തു. ഇനി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് ടൈപ്പ് ഇവിടെ എന്താണ്, ടെക്സ്റ്റ് ആണ്. പക്ഷെ നമുക്ക് എന്താണ് ഇവിടെ കൊടുക്കേണ്ടത്, ഇമെയിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇൻപുട്ട് ടൈപ്പ് ഇമെയിൽ എന്നാക്കി കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ നമ്മുടെ ഇതിനകത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റർ യുവർ നെയിമും ഉണ്ട്, എൻ്റർ യുവർ ഇമെയിലും ഉണ്ട്. ഇതിപ്പോൾ ഒരേ ലൈനിലല്ല നിൽക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, ഈ നെയിം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമെയിൽ എന്ത് വേണം, അതിൻ്റെ താഴത്തായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എന്ത് ചെയ്യണം, ഒരു ലൈൻ ബ്രേക്ക് കൊടുക്കണം. ഒരു ബ്രേക്ക് ചെയ്തിട്ട് അതെന്ത് ചെയ്യണം, താഴത്തോട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടാഗാണ് BR ടാഗ് അഥവാ ബ്രേക്ക് ടാഗ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഇൻപുട്ടിന് ശേഷമായിട്ട് അവിടെ എന്ത് ചെയ്തു, BR എന്ന് എഴുതി. ഇപ്പോൾ BR ടാഗിൻ്റെ പ്രത്യേകത എന്താണ്, അതും ഒരു സെൽഫ് ക്ലോസിങ് ടാഗാണ്. നമ്മുടെ ഇമേജ് ടാഗ് പറഞ്ഞ പോലെ, ഇന്നലെ ഇമേജ് ടാഗ് പറഞ്ഞ പോലെ BR ടാഗും എന്താണ്, ഒരു സെൽഫ് ക്ലോസിങ് ടാഗാണ്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം, സെൽഫായിട്ടാണ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ 2 BR ടാഗ് എഴുതുന്നുണ്ട്. ഒന്നുകൂടെ ഒരു ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് വൃത്തിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ ഇതൊന്നും യൂസ് ചെയ്യില്ല. നമ്മൾ CSS ഒക്കെ വെച്ചിട്ടാണ് ഇത് സ്റ്റൈൽ ചെയ്യാറ്. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ HTML പഠിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി സ്റ്റൈലിംഗ് പാർട്ടൊക്കെ പറയുന്ന സമയത്ത് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇനി ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ
ഇവിടെ എന്ത് വന്നു, എൻ്റർ യുവർ ഒരു നെയിം ഒരു ലൈനിലും വന്നു, എൻ്റർ യുവർ ഇമെയിൽ അടുത്ത ലൈനിലും വന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് നമ്പർ ടാഗാണ്. അതായത് ഫോൺ നമ്പർ, ഏജ്, ഇങ്ങനെ നമ്പറായിട്ട് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് അത് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ടാഗാണ് എന്ത്, ഇൻപുട്ട് ടൈപ്പ് നമ്പർ. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ BR ടാഗ് മുതൽ ഇങ്ങോട്ട് കോപ്പി ചെയ്ത് കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്തു, അവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ എൻ്റർ യുവർ ഇമെയിൽ എന്നുള്ളടത്ത് ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റർ യുവർ മൊബൈൽ എന്നാക്കി കൊടുക്കുകയാണ്. അതേപോലെ ID നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി ഇമെയിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അവിടെ എന്ത് ചെയ്തു, ID മൊബൈൽ എന്ന് കൊടുത്തു. അതായത് നമ്മളിവിടെ ഇയാളുടെ മൊബൈൽ നമ്പറാണ് ഇവിടെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ടൈപ്പ് എന്താണ്, നമ്പറാണ് നമുക്ക് വേണ്ടത്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റർ യുവർ മൊബൈൽ എന്നുണ്ട്. അതേപോലെ എൻ്റർ യുവർ മൊബൈൽ നമ്മുടെ പ്ലേസ് ഓർഡർ അവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് നമ്പർ മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്പർ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ടാഗിനകത്തോട്ട് പോവാം. അടുത്ത ടാഗ് എന്ന് പറയുന്നത് പാസ്വേഡ് ടാഗാണ്. അതായത് നമ്മളിപ്പോൾ ലോഗിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് യൂസ് ചെയ്യും, പാസ്വേഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എന്ത് ചെയ്തു, എൻ്റർ യുവർ പാസ്വേഡ്. ഓക്കെ, അതേപോലെ പ്ലേസ് ഓർഡറും പാസ്വേഡ് ആക്കി കൊടുത്തു. നമ്മുടെ ID ഞാൻ എന്ത് ചെയ്യണം, പാസ്വേഡ് കൊടുത്തു. അതേപോലെ ഫോർ പാസ്വേഡ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ടൈപ്പ് എന്താണ്, പാസ്വേഡ്. ഓക്കെ, നമ്മുടെ ടൈപ്പ് എന്താണ്, പാസ്വേഡ്. ഇനി ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റർ യുവർ പാസ്വേഡ് എന്നുണ്ട്. ഞാനിവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഡാറ്റ ഹൈഡ് ആവുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്, നമ്മളൊരു പാസ്വേഡാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ടൈപ്പാണ് ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു, ഇനി ഇതെങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ എന്താ ഉണ്ടാവുക, ബട്ടൺ ആണ് ഉണ്ടാവുക. അപ്പോൾ ബട്ടൺ എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, ഒരു HTML ടാഗ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ബട്ടൺ എന്ന് കൊടുത്തു. നമ്മുടെ ബട്ടൺ എന്താണ്, സബ്മിറ്റ് ആണ്. അതായത് നമ്മളിത് എന്ത് ചെയ്യാണ്, സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ, ഇങ്ങനെ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം സബ്മിറ്റ് എന്നുള്ളത് കാണാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ടൈപ്പ് കൂടി പറഞ്ഞു കൊടുക്കണം. ടൈപ്പ് എന്താണ്, ടൈപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ബട്ടൺ ഉണ്ട്, മെനു ഉണ്ട്, റീസെറ്റ് ഉണ്ട്, സബ്മിറ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ എന്താ വേണ്ടത്, ഈ ഫോം സബ്മിറ്റ് ചെയ്യണം വേണ്ടത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, സബ്മിറ്റ് എന്ന് കൊടുത്തു. ഓക്കെ, ഒരു വ്യത്യാസമില്ല. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് BR ടാഗ് ഇട്ടിട്ട് ഒന്ന് ഇറക്കി നിർത്തുന്നുണ്ട്. ഓക്കെ, ഇവിടെ സബ്മിറ്റ് താഴത്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ സബ്മിറ്റിന് വേണ്ടിയിട്ട് ഒരു ടാഗും കൂടി ഉണ്ട്, ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ്. ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ്. ഓക്കെ, ഇവിടെ ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് കൊടുത്തു. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ സെൽഫ് ക്ലോസിങ് ടാഗ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ വാല്യൂ, അതായത് എന്താണ് അവിടെ കാണിക്കേണ്ടത് എന്നുള്ളതും കൂടി പറഞ്ഞു കൊടുക്കണം. ഞാൻ അവിടെ കാണിക്കേണ്ടത് സബ്മിറ്റ് എന്നാണെന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ബട്ടണും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റും നമുക്ക് യൂസ് ചെയ്യാം, ബട്ടൺ ടൈപ്പ് സബ്മിറ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. അങ്ങനെ രണ്ടും കൂടി യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ടൈപ്പ് യൂസ് ചെയ്താൽ മതി. അത് ഏത് ചെയ്ത് കഴിഞ്ഞാലും വർക്കിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫോമിൽ ബേസിക് ആയിട്ടുള്ള വരുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് സെലക്ട് കൺട്രി വേണമെങ്കിൽ കൊടുക്കാം. അതേപോലെ മെയിൽ ഓർ ഫീമെയിലിൻ്റെ റേഡിയോ ബട്ടൺ കൊടുക്കാം. അതേപോലെ ചെക്ക് ബോക്സ്, ഐ ആക്സെപ്റ്റ് ദിസ് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെക്ക് ബോക്സ് വേണമെങ്കിൽ കൊടുക്കാം. ഇതൊക്കെ ഫോമിൽ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഫ്യൂച്ചറിൽ വെബ്സൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ ചെയ്തു പോകാം. അപ്പോൾ ഇതൊക്കെയാണ് HTML ബേസിക് ആയിട്ടുള്ള വരുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഗ്രൂപ്പിംഗ് ടാഗ്സുകളുണ്ട്. നമ്മളിപ്പോൾ ഒരു HTML ഫയൽ എടുത്തിട്ടാണ് ഡയറക്റ്റായിട്ടാണ് എഴുതി പോകുന്നില്ല ചെയ്യുക. ഒരു വെബ്സൈറ്റ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു സ്ട്രക്ചറൊക്കെ കീപ്പ് ചെയ്യണം. ഇപ്പോൾ ഒരു വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ഹെഡർ പോർഷൻ ഉണ്ടാവും, മിഡിൽ പോർഷൻ ഉണ്ടായിരിക്കും, പിന്നെ ഒരു ഫൂട്ടർ പോർഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു വെബ്സൈറ്റ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒരു ഓർഡർ ആക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഇത്തരത്തിൽ
നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ചെയ്ത കോഡിനെ ഗ്രൂപ്പ് ആക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തുണ്ട്, കുറച്ച് ടാഗുകളുണ്ട്. ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലുള്ള പോർഷൻ നമുക്ക് എന്ത് പറയാം, അതിൻ്റെ ഹെഡർ പോർഷൻ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഹെഡറായിട്ട് നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് ഹെഡർ. ഓക്കെ, ഈ ഹെഡർ ടാഗിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലോഗോ കൊടുക്കുന്നത്. അതേപോലെ അവിടെ തന്നെ വേറെ എന്തെങ്കിലും ലിങ്ക് ഉണ്ടെങ്കിൽ ഹോം പേജിനകത്തോട്ട് പോകാനുള്ള ലിങ്ക്, എബൌട്ട് പേജിനകത്തോട്ട് പോകാനുള്ള ലിങ്ക്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഹെഡറിൻ്റെ ഉള്ളിലായിരിക്കും കൊടുക്കുന്നത്. അതേപോലെ ബാക്കി വരുന്ന സെക്ഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, ഒരു ടാഗ് ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതേപോലെ വരുന്ന മറ്റൊരു ടാഗാണ് ഫൂട്ടർ. അപ്പോൾ ഫൂട്ടർ നമ്മൾ എവിടെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക, മിക്കവാറും ലാസ്റ്റത്തെ ടാഗായിരിക്കും ഫൂട്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു വെബ്സൈറ്റിൻ്റെ ഫൂട്ടർ ഭാഗം അത് നമ്മൾ ഗ്രൂപ്പാക്കി വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫൂട്ടർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിന് ലെഫ്റ്റ് സെക്ഷൻ ഉണ്ടായിരിക്കും, റൈറ്റ് സെക്ഷൻ ഉണ്ടായിരിക്കും, അതിൻ്റെ ഉള്ളിലും ചെറിയ ചെറിയ സെക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ഡിവ്, അതായത് ഡിവിഷൻ. അപ്പോൾ ഡിവ് എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, ഒരു ടാഗ് നമ്മൾ ഏറ്റവും കൂടുതലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് ഡിവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ടാഗുകളൊക്കെ ഉണ്ടെന്ന് എന്ത് ചെയ്യുക, മൈൻഡിൽ വെക്കുക. ഇനിയും ടാഗുകളുണ്ട്, അതൊക്കെ 1 by 1 ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളൊരു HTML ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഒരുപാട് ടാഗുകൾ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ചെയ്തത് വെച്ചിട്ട് നമുക്ക് ഇതിനെങ്ങനെ സ്റ്റൈൽ ചെയ്യാന്നുള്ളതൊക്കെ നോക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ ക്ലാസ്സിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.